അപ്പോൾ കഴിഞ്ഞ ദിവസം നിർത്തിയെടുത്ത് നമുക്കൊന്ന് തുടങ്ങിയാലോ. അപ്പോൾ മീൻ പിടിക്കാനുള്ള സ്റ്റിക്കൊക്കെ റെഡിയാക്കി. അതാ ആള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ എന്തോ വലിയ ആളെന്നാണ് എൻ്റെ വിചാരം. പിടിക്കേണ്ട ആള് മുകളിലാണെങ്കിലും മീൻ പിടിക്കാത്ത ആൾക്കാരെല്ലാം താഴെ ഇരിപ്പുണ്ടേ. ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പച്ചയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണ്. അമ്മയുടെ വിചാരം ഇതെല്ലാം ഇപ്പൊ അമ്മ പിടിക്കുമെന്നാണ്. അപ്പൊ ഇനി കാണുന്ന സ്ഥലമാണ് മീനൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നത് കേട്ടോ. ഇവിടെയാണ് വള്ളം കരയ്ക്ക് കയറ്റുന്നത്. അപ്പൊ ഇഷ്ടംപോലെ മീൻ നമുക്ക് അവിടെ നിന്ന് ലേലത്തിലൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. നല്ല ഫ്രഷ് മീനൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും. ഇവിടെ ഒരാൾ ഇപ്പൊ എഴഞ്ഞു പഠിക്കുന്നേ ഉള്ളൂ. ഗൈസ് എങ്ങനെ വന്നത് വേസ്റ്റ് ആയിട്ടില്ല. ആദ്യം തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് മീൻ ഇട്ടിട്ടുണ്ട്. ചട്ടിയൊക്കെ വെട്ടി കഴുകി വെച്ചിട്ട് വന്ന സ്ഥിതിക്ക് എന്തായാലും ഒരു മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം മീനിനെ നമുക്ക് ചൂണ്ടയിൽ ഇളക്കി കവറിലോട്ട് ഇടാം. കാരണം കവർ വെച്ചോണ്ടിരിക്കുന്നത് ആരാ? കിട്ടി കിട്ടി വീണ്ടും കിട്ടി ഗൈസ്. വീണ്ടും രണ്ടെണ്ണം കൂടെ കിട്ടി ഗൈസ്. എന്റെ സന്തോഷം കണ്ടില്ലേ? ഇടയിൽ കണ്ടില്ലേ? അധിക സമയമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞ് ചട്ടിയിലാവേണ്ടതല്ലേ, ഇളകട്ടെ. മീനോ ഇവനെ ഇനി ഒന്ന് ഇളക്കി കവറിലോട്ടാക്കണം. കവർ നീട്ടിയിരിക്കുകയാണ്. തന്നെ ഒരു 3 മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത എന്തൊക്കെയാണ് വിശേഷം എന്നുള്ളത് അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഇനി ടാറ്റാ ബൈ.